ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വെള്ളം എടുത്ത് ഇങ്ങനെ ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. അതിനുശേഷം അതിൽ എന്തെങ്കിലും മണ്ണോ തരിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റി അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. അത് ചൂടാക്കി ഉരുകി അത് കഷ്ണങ്ങളെല്ലാം നന്നായി അലുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് ശർക്കര അലുത്ത് വരും. അത് കഴിയുമ്പോൾ നമ്മളത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സത്യം പറയാമല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാവുമെന്ന് യാതൊരു ഐഡിയ ഇല്ല, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എല്ലാം ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്ത ശർക്കരയാണ്. അരിച്ചെടുത്ത ശർക്കര നമ്മൾ തേങ്ങയിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ശർക്കരയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളമെടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അളവൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ, ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്തു. അത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം നന്നായി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം മുഴുവനും ഒരുമിച്ച് ഒഴിക്കരുത്. ആവശ്യത്തിന് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. അതിന് മുൻപായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് കണ്ടത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ നന്നായി ചൂടായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കൈ കൊണ്ട് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ, കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. 2 മിനിറ്റ് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ചെറുതല്ല കേട്ടോ, അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി മാറ്റണം. അങ്ങനെ ഞാനെല്ലാം തന്നെ ഇവിടെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഉരുളകളാക്കിയിരിക്കുന്ന മാവ് അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങ വെക്കണം. അതിനു വേണ്ടി തേങ്ങയും ശർക്കരയും നമ്മൾ മിക്സ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഈ ഉരുളയിലേക്ക് നമുക്ക് ചെറിയ തുളകളുണ്ടാക്കണം. അതിനുശേഷം നമ്മുടെ ഈ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് ഒരു കുഴി പോലെ, അതിൻ്റെ ഉരുളയുടെ നടുവിൽ ഒരു കുഴി പോലെ ഞാൻ രൂപപ്പെടുത്തുകയാണ്. ആ കുഴിയിലേക്ക് തേങ്ങയും ശർക്കരയും നിറച്ച ആ മിക്സ് നിറച്ച് കൊടുക്കണം. ഇതിങ്ങനെ നിറയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്കൊന്ന് കടന്നു പോയി കേട്ടോ. പണ്ട് അമ്മയൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് അമ്മയോട് പരാതി പറയുമായിരുന്നു, കുറച്ചും കൂടെ തേങ്ങയും ശർക്കരയൊക്കെ ആവായിരുന്നു, കുറച്ചും കൂടെ മധുരം ആവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിറയെ തേങ്ങ വെച്ചിട്ടുണ്ട്, നിറയെ ശർക്കര വെച്ചിട്ടുണ്ട്. ആ കുറവ് അങ്ങ് നികത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഓർത്തപ്പോൾ ശരിക്കും ചിരി വരികയാണ് കേട്ടോ, അന്നൊക്കെ അങ്ങനെ ചെയ്തത്. അങ്ങനെ എല്ലാ ഉരുളകളിലും നിറയെ തേങ്ങയും ശർക്കരയും നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. നമ്മളുടെ ഇഷ്ടത്തിനല്ല ഇതൊക്കെ വേണ്ടത്. നമ്മളുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് നന്നായി എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉരുളകളാക്കിയത് നമ്മൾ എല്ലാം ആക്കി കഴിഞ്ഞ് ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇഡ്ഡലി തട്ട് വയ്ക്കുക. അതല്ലാതെ മറ്റേ അടിയിൽ വയ്ക്കുന്ന തട്ടുള്ളവർക്ക് അത് വയ്ക്കാം, എനിക്കതില്ല. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചു. അതിലേക്ക് ഓരോ ഉരുളയും നിരത്തി കൊടുത്തു. അതിനുശേഷം ഒരു മൂടി വെച്ച് ഒരു 20 മിനിറ്റ്സ് നന്നായിട്ട് ആവിയിൽ വേവിച്ച് എടുത്ത ശേഷം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതാണ് ഇത്. നന്നായിട്ട് വെന്തു. അത് ആദ്യത്തെ അറ്റംപ്റ്റാണ് കേട്ടോ, പരാജയപ്പെട്ടില്ല, മോശമില്ലായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിലത് മോശമില്ലായിരുന്നു. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല, എല്ലാവരും നന്നായിരുന്നു എന്ന് തന്നെ പറഞ്ഞു. പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കും തോന്നി. പിന്നെ നമുക്ക് വിലയിരുത്താമല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.